എന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഞാൻ ഖുർആൻ നോക്കി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞവരെ കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അതിനേക്കാൾ വലിയ ആള് വരുന്നുണ്ട്. അൽ മഹ്ദിയുൽ മുന്തളർ, ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു വരും. ആൺകുട്ടിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ ഒരു വള്ളിക്ക് ഒരു കോടി വ്യാഖ്യാനം പറയുന്ന ആൺകുട്ടി ഇനിയും വരും. ആലിമീങ്ങളെ കാലം കഴിഞ്ഞു വിചാരിക്കണ്ട. ഇന്നുണ്ട്, ഇനിയുണ്ടാവും. നമുക്കൊരു അന്ധവിശ്വാസമുണ്ട്, വലിയവരൊക്കെ കഴിഞ്ഞുണ്ടാവില്ല. നീ വിഡ്ഢിയാണ്, ഞാൻ വിഡ്ഢിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരിന്നിറങ്ങിയിട്ട് മാർക്കറ്റിലെത്തിയപ്പോഴത്തേന് ലോകം കണ്ട ഖുതുബായി ആര്? അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കലാമാണ് ഇബ്രീസ്. റഷ്യയിൽ നിന്നും ലണ്ടനിൽ നിന്നും കൊണ്ടുവന്ന മേത്തരം വോഡ്കകളെ പോലെയുള്ള മദ്യക്കുപ്പികള് അവര് രഹസ്യമായി ഇങ്ങനെ കൊടുത്തുവിട്ടു. റഷ്യൻ മദ്യമായ വോഡ്ക, ചരസും അവീനും വോഡ്കയും കഞ്ചാവും കൊണ്ട് കപ്പൽ രഹസ്യമായി ഇങ്ങനെ വന്നു. എവിടെ? മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത്. അത് അറബികൾക്ക് ഇങ്ങനെ വെറുതെ കൊടുത്തപ്പോൾ അറബികൾ ഇവരാളുകളായി മാറി. അവരെ വിചാരിച്ച് നമ്മൾ നന്നാക്കാൻ വന്ന കൂട്ടരാണ്. അള്ളാന്റെ കലാമ് മറന്നു. ഏതാ അള്ളാന്റെ കലാമ്? ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബു ലഅല്ലകും തുഫ്ലിഹൂൻ. സുബ്ഹാനല്ലാഹ്. വലിയ ഭാഗ്യല്ലേ നമുക്ക് തന്നത്. എന്താ ഭാഗ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വജഅലനാ മുസ്ലിമീൻ വജഅലനാ മിൻ ഖൈരി ഉമ്മത്തി മുഹമ്മദിൻ. അതാക്കിയില്ലേ? വജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ വജഅലനാ മിൻ അഹ്ലിൽ ഖുർആനി അഹ്ലുല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم أهل القرآن أهل الله أهل القرآن أهل الله. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ അല്ലാഹുവിന്റെ കുടുംബമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. എന്താ പറഞ്ഞേ? ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവര് അല്ലാഹുവിന്റെ കുടുംബമാണ്. ഇന്ന ലില്ലാഹി ലഅഹ്ലീന ഫിൽ അർളി. ഭൂമിയിൽ അല്ലാഹുവിനും കുടുംബമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. തമാലന അഹ്ലുൻ, നമുക്കൊക്കെ കുടുംബമുള്ളതുപോലെ അല്ലാഹുവിനും ഭൂമിയിൽ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വലില്ലാഹി അഹ്ലുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവും കുടുംബം? അല്ലാഹുവിന്റെ കുടുംബം മൻഹും യാ റസൂലല്ലാഹ്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്. ഖുർആനുമായി ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. വളരെ ചിന്തിക്കണം. ഞാൻ രണ്ട് അടിത്തറയാണ് നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ഇൽമുള്ള ജാതിയാകുന്ന മനുഷ്യർ എന്ന നിലയിൽ അള്ളാഹു നമ്മളെ ആദരിച്ചു. ഇൽമ് സമ്മാനായി തന്നു. ആർക്കും കൊടുത്തില്ല, നമുക്ക് തന്നു. രണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ഇൽമിന്റെ അനുയായികളായി നമ്മളെ മാറ്റി മുഹമ്മദ് മുസ്തഫ. മൂന്ന്, ആ ഇൽമ് വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും അള്ളാഹു നമ്മളിൽ നിലനിർത്തി. അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തിനെ പേടിക്കണം? ഇത് നടക്കൂലേ? എന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഞാൻ ആയത്ത് നോക്കി കണ്ടുപിടിക്കുമെന്ന് ഇബ്നു അബ്ബാസ്. എന്തിനു പഠിക്കണം? എന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഞാൻ ഖുർആൻ നോക്കി കണ്ടുപിടിക്കുമെന്ന് ഇബ്നു അബ്ബാസ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കയ്യിലില്ലേ? ചിന്തിക്കണം. ചിന്തിക്ക്. ലോകം കണ്ട ഉലമാക്കൾ ഉണ്ടായിട്ടില്ലേ? ഇന്നും ഇല്ലേ? ഉണ്ടല്ലോ. പർവ്വത സമാനരായ ആലിമീങ്ങളുണ്ട്, ഇനിയും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. ചിലരൊക്കെ വിചാരിക്കുന്നത് കണ്ണിയത്ത് മരിച്ച്, ശംസുൽ ഉലമ മരിച്ച്, ഇനി ഒന്നും ഉണ്ടാവില്ല. നീ വീട്ടിയുടെ തറവാട്ടിലാണ്, അങ്ങനെ വിചാരിക്കണ്ട. അവർക്ക് ഇൽമ കൊടുത്താൽ മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? പിടിച്ചിനേക്കാളും വലിയ മാളത്തിലുണ്ട്. ഇനി വരും. നിങ്ങളിന്റെ കൂടെ അല്ലേ? ഞാൻ ഇത് പറയാൻ കാരണം എന്താ? അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ 11 വാള്യമാണ്. ഇമാം ബഹുമാനപ്പെട്ട മുത്തവല്ലി ഷഅറാവിയുടെ തഫ്സീർ 24 വാള്യമാണ്. മുത്തവല്ലി ഷഅറാവി 996 മരിച്ചത്.
1996 ലോകം കണ്ട ഷാഫിഈ പണ്ഡിതനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സഈമായിരുന്നു. ഷാഫി മദ്ഹബിലെ ലോകം കണ്ട ഉറച്ച ശബ്ദമായിരുന്നു ഒരു കാലത്ത് മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി. അള്ളാഹു അദ്ദേഹത്തിന് മഹത്വം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 20-ാം നൂറ്റാണ്ടിൽ വാളുണ്ടായിട്ടുണ്ട്. ഇവിടെയുണ്ട്. ശംസുൽ വഫാത്തായപ്പോൾ മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എഴുതിയ ലേഖനം ഖുർആന്റെ ആഴമറിഞ്ഞ പണ്ഡിതനാണ് അല്ലേ? ഓർമ്മല്ലേ? അത് അങ്ങനെയല്ലേ എഴുതിയത്? ചിന്തിക്കണം. വലിയ കാലൊക്കെ കഴിഞ്ഞു. എന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഞാൻ ഖുർആൻ നോക്കി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞവരെ കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അതിനേക്കാൾ വലിയ ആള് വരുന്നുണ്ട്. അൽ മഹ്ദിയുൽ മുൻതളർ, ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു വരും. ആൺകുട്ടിയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ ഒരു വള്ളിക്ക് 1 കോടി വ്യാഖ്യാനം പറയുന്ന ആൺകുട്ടി ഇനിയും വരും. ആലിമീങ്ങളെ കാലം കഴിഞ്ഞു വിചാരിക്കണ്ട. ഇന്നുണ്ട്, ഇനിയുണ്ടാവും. നമുക്കൊരു അന്ധവിശ്വാസമുണ്ട്, വലിയവരൊക്കെ കഴിഞ്ഞുണ്ടാവില്ല. നീ വിഡ്ഢിയാണ്, ഞാൻ വിഡ്ഢിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പൊരയെന്നിറങ്ങിയിട്ട് മാർക്കറ്റിലെത്തിയപ്പോഴത്തേന് ലോകം കണ്ട ഖുതുബായി ആര്? അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കലാമാണ് ഇബ്രീസ്. സുബ്ഹാനല്ലാഹ്. ലോകം അങ്ങനെയല്ലേ? എന്തുകൊണ്ട് ഇങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും. ഇനി ഒരാൾ വരാനായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു സമൂഹത്തിന് ഒരു മുട്ടിത്തിരിച്ചിലുണ്ടാവുമ്പോൾ ഒരാൾ വരും. ഒരിക്കലും കൊമ്പ് അറ്റുപോയ വള്ളിയെ പോലെ മുസ്ലിം സമുദായത്തെ അള്ളാഹു തആല ഇടൂല. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. ഞാൻ ഇപ്പൊ ഇടയ്ക്കൊരു വർത്തമാനം പറയാവുന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഉച്ചായിട്ട് ഒരു കൊമ്പറ്റുപോയ വള്ളിയെ പോലെയാണ് മുസ്ലിം സമുദായം. പെട്ടെന്ന് ഒരാൾ വരും. ഈ വള്ളിക്കൊരു സ്വഭാവമുണ്ട്. വള്ളി കായ്ക്കും, നല്ല കായും തരും. പക്ഷെ ഇനി എന്ത് വേണം? പറയും മനുഷ്യന്മാരെ, ഒരു കൊമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കണം. ആ കൊമ്പ് പൂതലായി പോയാൽ അടുത്ത കൊമ്പ് കുത്തി കൊടുക്കണം. അത് കൊമ്പ് കുത്തും. ഇതങ്ങനെ വെറുതെ ഒന്നും വിടൂല. ഇത് ഉമ്മത്ത് മുഹമ്മദാണ്. നിങ്ങൾ പേടിക്കണ്ട. മഹ്ദി ഇമാമും പട്ടാളവും കൂടെ തുർക്കിയുടെ പരിസരത്തൂടെ വരുമ്പോൾ പട്ടാളത്തിന് മഹ്ദി ഇമാമിനോട് ക്ഷീണം വരുന്നൊരു സന്ദർഭം ഇബ്നു മാജയിലുണ്ട്. റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറയാ, നിങ്ങളിന്റെ കൂടെ അല്ലേ? മഹ്ദി ഇമാം പട്ടാളം കൂടി ഇങ്ങനെ തുർക്കി വഴി വരിക. അപ്പോൾ ക്ഷീണം വരും. അപ്പൊ പുഴ അങ്ങനെ ദൂരമുണ്ട്. അവിടെ പോയി വെള്ളം കുടിക്കാൻ ഇവർക്ക് വയ്യ. അത്രയും ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു പുഴയോട് പറയും, ഇങ്ങോട്ട് വാ. അപ്പോൾ വെള്ളം കൊണ്ട് പോഞ്ഞു വരും സൈന്യത്തിന് വെള്ളം കുടിക്കാൻ. ഇനി നടക്കാൻ പോണില്ല. ഈ സംഭവം ഇബ്നു മാജയിലുണ്ട്. മനസ്സിലായില്ല? വെള്ളത്തിനെ ഇങ്ങോട്ട് വിളിക്കൽ സ്വർഗത്തിലെ പണിയാണ്. സ്വർഗത്തിലെ പുഴയോട് മുഅ്മിൻ കൽപ്പിക്കും. അപ്പോൾ പുഴ അവന്റെ അടുത്തേക്ക് ഓടി വരും. അതാണ് ഇതിന്റെ അർത്ഥം എന്നൊരർത്ഥം. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറാ. പുഴയോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ പുഴയോട് വരും. അത് സ്വർഗത്തിലെ സ്വഭാവമാണ്. എന്നാൽ മഹ്ദി ഇമാം അങ്ങനെ ചെയ്യും. ഇന്ന് ഇബ്നു മാജയിലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ പേടിക്കണ്ട. ശംസുൽ വഫാത്തായി, കണ്യത്ത് വഫാത്തായി, ഇനി വലിയൊരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഈ വിഡ്ഢിയാവും. അതിനേക്കാൾ വലിയ ആൺകുട്ടികൾ വരും. ഇതൊരിക്കലും കൊമ്പില്ലാത്ത വള്ളിയായിട്ട് വിടൂല. ഇത് ഉമ്മത്ത് മുഹമ്മദാണ്. ഇവിടുത്തെ മുറബി ഇന്നും മുഹമ്മദാണ്. ഇവിടെ ഒരാളുണ്ട്. ഇത് അല്ലാഹു ആ ആൾക്ക് കൊടുത്തതാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. ഏത് കാലത്തെയും ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്വം. അപ്പോൾ മുറബി മുഹമ്മദാണ്. മുറബി മുഹമ്മദാണ്. ഷെയ്ഖ് മുഹമ്മദാണ്. പറ ഷെയ്ഖുൽ മശായിഖ് മുഹമ്മദാണ്. ഖുതുബുൽ അഖ്താബ് മുഹമ്മദാണ്. സയ്യിദുൽ ആരിഫീൻ മുഹമ്മദാണ്. ഇമാമുൽ മുത്തഖീൻ മുഹമ്മദാണ്. സയ്യിദുൽ വആൽ മുഹമ്മദാണ്. സയ്യിദുൽ ദുആത്ത് മുഹമ്മദാണ്. ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. ഇരുട്ടുകളിൽ നിന്ന് ഏത് കാലത്തെയും ജനങ്ങളെ വിളിച്ചെത്ത് കൊണ്ടുവരേണ്ടത് മുഹമ്മദ് മുസ്തഫയാണ്.
ഫകഅന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ നാതിഖുൻ എന്ന് ഇബ്നുൽ ഖയ്യിം പോലും പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, ഒക്കെ നോക്കിയുകൊണ്ട് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാ മുത്തുനബി, മുത്ത് മുഹമ്മദ് മുസ്തഫ ഒക്കെ അവിടെ നോക്കിയിട്ടുണ്ട്. ഫകഅന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ നാതിഖു റൗളത്തു ശരീഫയിൽ എല്ലാം അറിഞ്ഞു കിടക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. ഉമ്മത്തിനെ രക്ഷപ്പെടുത്തേണ്ടത് മുഹമ്മദ് മുസ്തഫ. ഇനിയും ഒരു റാസിമാമിനെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം അത് അല്ലാഹുവിൽ നിന്ന് അധികാരം വാങ്ങേണ്ടത് മുഹമ്മദ് മുസ്തഫ. ആ ദുആഇന്റെ അധികാരവും മുഹമ്മദ് മുസ്തഫ. ഇനിയും ഒരു ശംസുലമ ഉണ്ടാകും. എന്തുകൊണ്ട് അധികാരി മുഹമ്മദ് മുസ്തഫ. ഇനിയും ആൺകുട്ടികൾ വരും. എന്തുകൊണ്ട് മുറബിയാണ് മുഹമ്മദ് മുസ്തഫ. ബാക്കിയുള്ളവരോ ഖുലഫാഉ മുഹമ്മദ്, ഖുലഫാഉ മുഹമ്മദാണ്. അതൊരു ഖലീഫ പോയാൽ വേറെ ഖലീഫ വരും, പേടിക്കണ്ട, അത് വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ, പറ അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഏത് കാലത്തും വരും, പേടിക്കണ്ട. നമ്മുടെ കയ്യിൽ മുതലുണ്ട്. ഇനി നമുക്ക് എന്ത് മതി? നമ്മൾ നേരായാണ് പോയാൽ മതി. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹദൈതു. ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞാൽ ഞങ്ങൾ കിട്ടൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി നടക്കുക. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹദൈതും. നിങ്ങൾ നേരെയായ വഴിക്കാണെങ്കിൽ പിഴച്ചവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ അങ്ങാടിയിലേക്ക് അവരെ അവയവം കുലുക്കിയിട്ട് ഓണച്ചന്തയിൽ ചാടാൻ പറഞ്ഞയച്ചിട്ട് പിന്നെ നിങ്ങൾ അല്ലാഹുവോട് പറയാൻ പറ്റൂല നിങ്ങൾ എൻ്റെ കൂടെ അല്ല. മനസ്സിലായില്ല? ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹദൈതും. നിങ്ങൾ ഹിദായത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ നല്ല തലയും മലയൊക്കെ ഉള്ള പെൺകുട്ടികളെ അങ്ങാടി കൂടെ കുലുങ്ങിയിട്ട് ചാടാൻ വേണ്ടി പറഞ്ഞേക്കുക. എന്നിട്ട് നിങ്ങൾ ദുആ സമ്മേളനം ഉണ്ടാക്കിയിട്ട് അല്ലാന്നറിയാം, നടക്കൂല. നിങ്ങൾ വിഷം കുടിക്കുക, എന്നിട്ട് മരിക്കാതിരിക്കാൻ യാസീനോട് നടക്കൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പറയും മനുഷ്യന്മാരെ, നിങ്ങൾ നെല്ലിനടിക്കാൻ കൊണ്ടുവന്ന മെറ്റടി നന്നാക്കിയാണ്. നിങ്ങൾ റബ്ബറിന് ഉറവായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആസിഡ് ക്ലാസ് പാറിയിട്ട് അങ്ങോട്ട് മൂന്ത, എന്നിട്ട് അൽഫാത്തിഹാൻ അറിയാം. എന്തിന്? മരിക്കാതിരിക്കാൻ. നടക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന പണി എന്താ? നേരായ വഴിക്കല്ല. അപ്പൊ നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കില്ല, അള്ളാഹ്ക്കുല്ല, കാര്യം അള്ളാഹ് ഏൽപ്പിച്ച മുത്തനബിക്കുമില്ല. നിങ്ങൾ നേരായ വഴിക്കാണെങ്കിൽ ഒരു കാര്യം നോക്കൂ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങൾ നേരായ പണി എടുത്തോളൂ, അള്ളാഹു റസൂൽ നോക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹു തൗഫീഖ് തരും അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അള്ളാഹു റസൂൽ നോക്കും, നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ ആരാകണം? ഇദാ ഹദൈതും. നിങ്ങൾ ഹിദായത്തിന്റെ ആളുകളാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നല്ല പെൺകുട്ടികളെ, വലിയ വലിയ പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടോട്ടിയിലും മമ്പാടും അരീക്കോടും എടവണ്ണിയും മലപ്പുറത്തും ഒക്കെ നല്ല തലയും മൂലയൊക്കെ ഉള്ള പെൺകുട്ടികൾ നല്ല പച്ചപ്പകൽ വന്നിട്ട് കോൽക്കളി കളിക്കും പോലെ നിന്നിട്ട് ചാടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലേ നോക്കുന്ന നടക്കൂല, അത് നടക്കൂല. നിങ്ങൾ തലയെ കൂടി അങ്ങോട്ട് വെള്ളം പാരുക, എന്നിട്ട് യാസീനോടുക. എന്തിന്? കാൽമക്ക് വെള്ളം വരാൻ പാടില്ല, കാരണം കാലിൽ നനക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നടക്കൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പറയും മനുഷ്യന്മാരെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ നാട്ടിലുണ്ടോ എന്നാ എൻ്റെ ചോദ്യം. നിങ്ങൾ നാട്ടിലുണ്ടോ? നാട്ടിലുണ്ടാണ് നല്ലതാ. ചില ഈ ജാതി വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ നാട്ടിലുണ്ടാവില്ല. അയ്യാൻ കേട്ടില്ലല്ലോ എന്നറിയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ നല്ല നല്ല വലിയ വലിയ തലയും മോലയൊക്കെ ഉള്ള പെൺകുട്ടികളെ അങ്ങാടി കൂടെ ചാടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ പറയാ? അള്ളാഹ് നമ്മൾ നോക്കും, അത് നടക്കൂല. നിങ്ങൾ കൊടം എടുത്തിട്ട് തലയിൽ കൂടി പാരുക, എന്നിട്ട് പറയാ കാൽമക്ക് വരാതിരിക്കാൻ വേണ്ടി അൽ ഫാത്തിഹ, മൊയ്തീൻ ഷേഖിന് ഒരു ഫാത്തിഹ, റിഫായി ഷേഖിന് വേറെ ഫാത്തിഹ. നടക്കൂല. കാല് നനക്കരുത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അതിന് എന്ത് വേണം? കാല് നനയാതിരിക്കണമെങ്കിൽ തലയിൽ കൂടി വെള്ളം പറയരുത്. അങ്ങനെ തന്നെയല്ലേ? പറയും മനുഷ്യ, കാല് നനയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യരുത്? കോടെടുത്ത് എയിലെ പാരരുത്, തലയെ കൂടെ പാരരുത്. കോടെടുത്ത് തലയെ കൂടെ പറഞ്ഞാൽ ഇനി ഡോക്ടർ കാല് നനക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വെള്ളം എവിടെ വരും? കാലില് വരും. നേരെ മറിച്ച് ഇജ്ജ് സൂക്ഷിച്ചല്ല. നിങ്ങൾ നേരായ വഴിക്കാണെങ്കിൽ മറ്റുള്ള ആരെയും നിങ്ങൾ പേടിക്കണ.
ഒരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. ഇതിന് എന്തുകൊണ്ട് വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, ആകാശഭൂമി നിറയെ റോന്തു ചുറ്റുന്ന പട്ടാളമുണ്ട്. ആരുടെ പട്ടാളം? അല്ലാഹുവിന്റെ പട്ടാളം. സുബ്ഹാനല്ലാഹ്. ചിന്തിക്ക്. ഫൽമുദബ്ബിറാത്തി അംറാ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പട്ടാളമുണ്ട്. ഫൽമുദബ്ബിറാത്തി അംറാ, ഫൽമുദബ്ബിറാത്തി അംറാ. 1970കളിലെ അവീനും ചെരസും കൊണ്ട് നേരെ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസിക് ജർമ്മനിയിലും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ലണ്ടനിൽ നിന്നുമൊക്കെ ജൂതന്മാർ മെല്ലെ 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 കെട്ടുകെട്ടി നേരെ എങ്ങോട്ട് വന്നു? നേരെ മെഡിറ്ററേനിയൻ തീരത്തേക്ക് വന്നു. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം കേട്ടാ, പറഞ്ഞത് മനസ്സിലായില്ലേ? അവരെ കയ്യിൽ 2 സാധനം ഉണ്ടായിരുന്നു. എന്ത്? മര്യാദക്ക് കൊടുക്കാത്ത പെൺകുട്ടികൾ, പിന്നെ നല്ലോണം ചെരസും അവീനും. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം കേട്ടോ, എന്റെ കൂടെ അല്ലേ? മനസ്സിലായില്ലേ? 1920കളിൽ അഡോൾഫ് ഹിറ്റ്ലർ നാസിക് ജർമ്മനിയിൽ നിന്ന്, സ്വിറ്റ്സർലാൻഡിൽ നിന്നും, ലണ്ടനിൽ നിന്നും, ഫ്രാൻസിൽ നിന്നുമൊക്കെ ഭയചകിതരായ, അല്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്ന് ഭയമുള്ള, അല്ലെങ്കിൽ ചില പ്രത്യേകമായ താല്പര്യമുള്ള, AD 1897 AD 1897 ഓഗസ്റ്റ് 3 സിയോണിസം ഉണ്ടാക്കിയത്. തിയഡോർ ഹഡ്സലാണ് അതിന്റെ നേതാവ്. അയാളാണ് ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവും. പക്ഷേ അയാൾ 906 മരിച്ചു. ഇസ്രായേൽ 1948 ഉണ്ടാക്കിയതിന്റെ 42 കൊല്ലം മുമ്പ് രാഷ്ട്രപിതാവ് മരിച്ചു. അയാളുടെ ചിന്തയാണ് ഇസ്രായേൽ. ആരുടെ? തിയഡോർ ഹഡ്സലിന്റെ. ഹഡ്സൽ ഹംഗേറിയക്കാരനാണ്. അയാൾ ഒരു സംഘടന ഉണ്ടാക്കി 1897. എന്തായിരുന്നു അവരുടെ താല്പര്യം? താല്പര്യം എങ്ങനെയായിരുന്നു? നല്ല പെൺകുട്ടികളെയും നല്ല മയക്കുമരുന്നും കൊണ്ട് നേരെ ഷാമിലേക്ക് പോവുക. അത് മാപ്പിള മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുക. 2 സ്ഥാനത്തും ഒരു വീണു പോകും. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല, മനസ്സിലായില്ലേ പറഞ്ഞത്? ഹറമിൽ ചെന്നാൽ, മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലും ചെന്നാൽ, ഫലസ്തീനി മിസ്കീൻ, ഫലസ്തീനി മിസ്കീൻ എന്ന് പറഞ്ഞ് കൈ കാട്ടുന്ന ഫലസ്തീനി ആണുങ്ങളെയും പെണ്ണുങ്ങൾക്കും കൊടുത്തോളൂ. പക്ഷേ വെറുതെ അള്ളാഹ് അവരെ ശിക്ഷിച്ചതല്ല, അള്ളാഹു അവരെ മേൽ വെറുതെ ആക്രമണം അഴിച്ചു വിട്ടതല്ല. ലായഉള്ളുക്കും മല്ലല്ല ഇദഹ്തദൈതും, നിങ്ങൾ നേരെയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വരുകയില്ല. അതിന്റെ കൂടെ വരണം കേട്ടോ, മനസ്സിലാവുണ്ടോ പറഞ്ഞത്? AD 1897 തിയഡോർ ഹഡ്സലിന എന്തുണ്ടാക്കി? സിയോണിസം ഉണ്ടാക്കി. എന്തായിരുന്നു തിയഡോർ ഹഡ്സലിന്റെ ലക്ഷ്യം? അറബ് സമൂഹത്തിന്റെ നടുവിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കുക. അതെങ്ങനെ ഉണ്ടാക്കും? അതിന് തിയഡോർ ഹഡ്സലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടിയിട്ട് രഹസ്യമായൊരു അജണ്ട ഉണ്ടാക്കി. 2 സാധനം അറബികളുടെ ഇടയിൽ ചെലവാക്കുക. എന്താ 2 സാധനം? 1 കയ്യും കാലും വെളുത്ത പെൺകുട്ടികൾ, 2 മയക്കുമരുന്ന്, അവീന്, കൊക്കൈന്, ചെരസ്, കഞ്ചാവ്, മദ്യം. റഷ്യയിൽ നിന്നും ലണ്ടനിൽ നിന്നും കൊണ്ടുവന്ന മേത്തരം വോഡ്കകളെ പോലെയുള്ള മദ്യക്കുപ്പികള് അവര് രഹസ്യമായി ഇങ്ങനെ കൊടുത്തുവിട്ടു. റഷ്യൻ മദ്യമായ വോഡ്ക, ചരസും അവീനും വോഡ്കയും കഞ്ചാവും കൊണ്ട് കപ്പൽ രഹസ്യമായി ഇങ്ങനെ വന്നു. എവിടെ? മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത്. അത് അറബികൾക്ക് ഇങ്ങനെ വെറുതെ കൊടുത്തപ്പോൾ അറബികൾ ഇവരാളുകളായി മാറി. അവരെ വിചാരിച്ച് ഇത് നമ്മൾ നന്നാക്കാൻ വന്ന കൂട്ടരാണ്. അള്ളാന്റെ കലാമ് മറന്നു. ഏതാ അള്ളാന്റെ കലാമ്? പറയാനുള്ള ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബു ലഅല്ലകും തുഫ്ലിഹൂൻ. സുബ്ഹാനല്ലാഹ്. അള്ളാനെ മറന്ന് യൂറോപ്യനെ സ്വീകരിച്ചു. യൂറോപ്യൻ കയ്യും കാലും വെളുത്ത് നിക്കറിട്ട് നടന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിറങ്ങിയപ്പോൾ അവരെ വ്യഭിചരിക്കാൻ സുഖമായി. അവരാരും പിടിച്ചാലും പോകും, അവരാര് പിടിച്ചാലും അറബിന്റെ ഒപ്പം പോകും. രാത്രി അറബിന്റെ കൂടെ കഴിയുമ്പോൾ അറബിന്റെ കിടപ്പാടം എഴുതിന്ന് വാങ്ങും. മനസ്സിലായില്ല? 940 ആയപ്പോഴത്തിന് അട്ടിമറിഞ്ഞു. കൂടുതൽ ഭൂമി ആർക്കുണ്ടായി? ഇസ്രായേലർ. എന്തുകൊണ്ട്? അവരെ പെൺകുട്ടികൾ അവര് അറബി വീടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഭൂമി എഴുതിന്ന് വാങ്ങി.
8ാമത്തെ കൊല്ലം ലോകത്താദ്യമായി ഇസ്രായേലികൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അന്നൊന്നും ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഇസ്രായേലി യൂണിവേഴ്സിറ്റി ഈ ജെറൂസലേമിൽ ഉണ്ടാക്കുന്നത് AD 1928 ഹിബ്രു യൂണിവേഴ്സിറ്റി. ഹിബ്രു രാഷ്ട്രഭാഷയായ ഒരൊറ്റ രാജ്യം ലോകത്തുള്ളത് ഇസ്രായേലാണ്. അത് ആ ഇസ്രായേൽ ഉണ്ടാക്കിയത് 48. എന്നാൽ ഹിബ്രു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് അതിൻ്റെയും 20 കൊല്ലം മുമ്പ് 28. എന്തുകൊണ്ട്? അപ്പോഴത്തിന് മെല്ലെ മെല്ലെ ഭൂമിയും മറ്റൊക്കെ ആരുടേതായി മാറി. പിന്നെ എന്തേ ഉള്ളൂ, 948 ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, ഇനി ഭൂമി ഞങ്ങളതാന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇവിടെ പൈസയും കൊണ്ട് വന്നിട്ട് നിങ്ങളെ നീരട്ടിക്കലുള്ള മനസ്സിലായില്ല. ഭൂമി എങ്ങനെയാണ് വാങ്ങി, ഒക്കെ വാങ്ങി. 1 ഏക്കർ വാങ്ങി, 1/2 ഏക്കർ വാങ്ങി, 2 ഏക്കർ, 3 ഏക്കർ, 4 ഏക്കർ, 10 ഏക്കർ, 100 ഏക്കർ ഒക്കെ വാങ്ങി. പിന്നെ ആരും എല്ലാം കൂടി ഭൂമിയൊക്കെ വാങ്ങിയിട്ട് ഇനി ഇത് മുഴുവനും റഹ്മത്തുള്ളാഹിന്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട് എന്നല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ. എങ്ങനെ പോയി നശിപ്പിച്ചു, ഖുർആനെ വലിച്ചെറിഞ്ഞു. ആര്? മാപ്പിളാര്, മുസ്ലിമീങ്ങള്. ഓരോ അള്ളാന്റെ മലക്കുകൾ ചവിട്ടും. അച്ചവിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. 967 അറബികൾക്ക് ചെറിയൊരു ബോധം വന്നു ഇസ്രായേലിനെ പുറത്താക്കണമെന്ന്. അപ്പോൾ ഇസ്രായേലിനെതിരെ എല്ലാ രാഷ്ട്രവും ഒരുമിച്ച് കൂടി. മിസ്രിൽ 10 കോടി ജനങ്ങളുണ്ട്. ജോർദാനിൽ 1 കോടി ജനങ്ങളുണ്ട്. 2.5 കോടി ജനങ്ങളുണ്ട് സിറിയയില്. ലബനാനികള്, സിറിയക്കാര്, ഈജിപ്തുകാര്, ജോർദാനുകാര് എല്ലാരും കൂടെ പറഞ്ഞു. ആരെ? ഇസ്രായേലികളെ അത് പറഞ്ഞു. എല്ലാരും കൂടി പറഞ്ഞു. 6 ദിവസം കഴിഞ്ഞപ്പോഴത്തിന് 6 ദിവസത്തിന്റെ ഉള്ളില് അറബികൾ പറഞ്ഞ് തല്ലല്ലോ 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 ഇനി തല്ലല്ലോ. ആര് പറഞ്ഞു? ഈജിപ്ത് പറഞ്ഞു. ഈജിപ്തിന്റെ ഭൂമിയുടെ 3/4% ഇസ്രായേൽ പിടിച്ചടക്കി. സൂയസ് കനാൽ പിടിച്ചടക്കി. വർഷത്തിൽ സൂയസ് കനാലിൽ ഒരു ദിവസം $1 കോടി സൂയസ് കനാലിന്റെ വരുമാനം. $1 കോടി ഒരു ദിവസം ഈജിപ്തിന് കിട്ടും. പിടിച്ചടക്കി 6 ദിവസം കൊണ്ട്. ആര്? ഇസ്രായേൽ. എന്തുകൊണ്ട്? അള്ളാഹുവിലേക്ക് മടങ്ങിയില്ല, പട്ടാളത്തിലേക്ക് മടങ്ങിയത്, ആയുധത്തിലേക്ക്. നിങ്ങൾ എന്റെ കൂടെ അല്ല. അറബികൾക്ക് പേച്ചു. എവിടെ പേച്ചു? ആദ്യം ആയുധത്തിലേക്കല്ല മടങ്ങേണ്ടത്, ആദ്യം മടങ്ങേണ്ടത് ഖുർആനിലേക്കാണ്. അവര് കഞ്ചാവും ചരസും കണ്ണും കള്ളും പെണ്ണും ഒക്കെ അവർക്ക് പിന്നെ നല്ല സാധനമായിട്ട് തോന്നി. അവർ അള്ളാനെ മറന്നിട്ട് യുദ്ധത്തിന് പോയി. ഒരു ലോകം മുഴുവൻ ഇങ്ങോട്ട് ചിറ്റി ഇസ്രായേലിനെ. 6ാമത്തെ ദിവസം ഇസ്രായേലിന്റെ മുന്നിൽ ഇവരൊക്കെ തോറ്റു. എത്ര? 1967 ഉണ്ടായ യുദ്ധത്തിന് 6 ഡേ വാർ എന്ന് പറയാം. 6 ഡേ വാർ. എത്ര ദിവസം യുദ്ധം? 6 ദിവസം. തോറ്റു. അറബികൾ തല്ലല്ലോ ഇനി തല്ലല്ലോ നടന്നു. പൊളിഞ്ഞ് പാപ്പർ സുട്ടായി. ആര്? അറബികൾ പൊളിഞ്ഞ പാപ്പർ സുട്ടായി. പാപ്പറായി പൊളിഞ്ഞ്. അന്ന് ഇസ്രായേലിൽ 1 കോടി ജനങ്ങളില്ല, അന്നുമില്ല. ഈജിപ്തിൽ മാത്രം 10 കോടി ജനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇസ്രായേലിൽ ഇത്രയുള്ളൂ. ഈച്ചക്കുട്ടികളെ പോലെ ഇത്രയുള്ളൂ. മിസ്രി അങ്ങനെയല്ല. മിസ്രി എന്നിങ്ങനെ പറഞ്ഞ ഒരു സാധനമാണ്. അന്നും എന്നും ഒരു ജെന്റൽമാൻ തന്നെയാണ്. ആര്? പറ. മിസ്രി. ഇസ്രായേൽ ഇത്രയുള്ളൂ. ഈച്ചക്കുറ്റിന്റെ അത്രയുള്ളൂ. ആര്? അന്നും ഇസ്രായേൽ അത്രയുള്ളൂ, ഇന്നും ഇസ്രായേൽ. മിസ്രി അങ്ങനെയല്ല. അങ്ങനുണ്ട്. ലെബനാൻ ഇങ്ങനുണ്ട്, ഫലസ്തീൻ ഇങ്ങനുണ്ട്, ഒക്കെ അങ്ങനുണ്ട്. പക്ഷെ അള്ളാഹു അങ്ങനെ ആക്കിയില്ല. മണ്ടിയടാന്ന് പറഞ്ഞാട് മണ്ടി. ആര്? അറബികൾ മണ്ടി. പുറത്ത് പറയണ്ട, അറബികൾ മണ്ടി. എന്തുകൊണ്ട്? ഈ ജാതി ഹമാക്കത്തിന്റെ അയലുകാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കില്ല?